കോട്ടയം ഐമനം പഞ്ചായത്തിലെ കരിമഠം വേഴപ്പറമ്പ് പാടശേഖരത്തിൽ മട വീണു. രണ്ടാം കൃഷി ഇറക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായ പാടമാണ്. 300 ഏക്കർ പാടം വെള്ളം നിറഞ്ഞു. പാടശേഖരത്തിന്റെ മോട്ടോർ തകർന്നു. മിഥുൻ അയ്യപ്പൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, വിവരങ്ങൾ എന്താണ്? ഏതാണ്ട് 300 ഏക്കറോളം പാടശേഖരത്താണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ശക്തമായിട്ടുള്ള മഴയിൽ കോട്ടയത്ത് വ്യാപകമായിട്ടുള്ള കൃഷിനാശം ഉണ്ടായിരുന്നു. ഇപ്പോൾ നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുഞ്ചകൃഷി കഴിഞ്ഞ് വിരിപ്പ് കൃഷിയിലേക്ക് കടക്കുകയാണ്. പലരും അത്തരത്തിൽ വിരിപ്പ് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നടലെല്ലാം തന്നെ നടത്തിയിരുന്നു. അവിടങ്ങളിലേക്കാണ് ഇപ്പോൾ മട വീണിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കൃഷിനാശം ഇതോടകം തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി കോട്ടയം ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴയിൽ ഏതാണ്ട് 10 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലും മഴ കനക്കുന്നതിനാൽ ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ കൂടും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ കർഷക മേഖലയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള മഴ ഇന്ന് പുലർച്ചെയാണ് പുനരാരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മഴയ്ക്കൊരു ശമനമുണ്ടെങ്കിൽ ഇത്തവണ ഇന്ന് പുലർച്ചെ മുതൽ ശക്തമായിട്ടുള്ള മഴ കോട്ടയത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭ്യമായിരുന്നു. മീനച്ചിലാറിന്റെ പലയിടങ്ങളിലും അതുപോലെ ഇത്തരത്തിൽ കരകവിയുന്ന അവസ്ഥയുണ്ടായി. ഒപ്പം തന്നെ മീനച്ചിൽ, മണിമല, പൂവാറ്റുപുഴയാർ എന്നിവിടങ്ങളിലാണ് ജലനിരപ്പ് ഉയരുകയും പലയിടത്തും വെള്ളം കയറുകയും ചെയ്തിട്ടുള്ളത്. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടിയതോടുകൂടി തിരുവാർപ്പ്, ഐമനം, വിജയപുരം, കുമരകം, ആർപ്പൂക്കര പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ കോട്ടയം നഗരസഭാ പരിധിക്കുള്ളിലെ ഇല്ലിക്കൽ, കാരാപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള മഴയിൽ ഇന്ന് രാവിലെ പ്രശസ്തമായിട്ടുള്ള വൈക്കം ക്ഷേത്രത്തിൻ്റെ കൂറ്റൻ ആൽമരം കടപുഴകി വീണിരുന്നു. 7 മണിയോട് കൂടിയായിരുന്നു ഈ മരം കടപുഴകി വീണത്. ഇതാകട്ടെ ഭക്തരെല്ലാം തന്നെ വിശ്രമിക്കുന്ന ഒരിടമായിരുന്നു. മഴയായതിനാൽ ആളുകൾ അവിടെ ഇല്ലാത്തതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. കഴിഞ്ഞ ദിവസം ക്ഷേത്ര പരിസരത്ത് വെള്ളം കയറുകയും ക്ഷേത്രത്തിന്റെ അനുബന്ധ കെട്ടിടങ്ങളിൽ നിന്നുള്ള ഓടുകൾ ശക്തമായിട്ടുള്ള കാറ്റിൽ പറന്നു പോവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ കോട്ടയം ജില്ലയുടെ വിവിധ ഇടങ്ങളിലായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ശരി മിഥുൻ.